കണ്ടിട്ടില്ലാത്ത അത്രയും ഫേമസ് ആണ്. ആരാണ്ടാണെന്ന് ചോദിക്കുന്നത് ഐശ്വര്യ റായിനെ എല്ലാരും അറിയാം. ഐശ്വര്യ നിങ്ങൾ എന്താ ഐശ്വര്യ ഓഫർ പറയും. ഹീറോ ഒക്കെ അടുത്ത ഭാവിയിലേക്ക് വരുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹീറോ ആകാൻ സാധ്യതയുള്ള നമ്മുടെ ട്വിങ്കിൾ സൂര്യ എന്നുള്ള പേരിലില്ലേ ഒരു പ്രത്യേകതയില്ലേ ട്വിങ്കിൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് സ്റ്റാർ ആണ് സൂര്യ. അതുകൊണ്ടാണ് വേറെ ഒരു ചാനലിലും റിവീൽ ചെയ്യാത്തൊരു സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, ഒരു നഗ്ന സത്യം ഞങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വാനായിട്ട് നടത്തിയാന്നൊക്കെ പറഞ്ഞു. അത് വേറെ കണ്ടിട്ട് ശരി, എല്ലാ പെണ്ണുങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കരുതൽ ടീമാണ്. കരുതൽ ടീം അല്ലെ, കരുതൽ സിനിമയുടെ ടീമാണ്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ഞാൻ തരണോന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യോ? എങ്ങനെയാണ്, എന്താ വേണ്ടത് നമുക്ക്? ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതെ, എന്റെ പേര് സ്റ്റീഫൻ എന്നാണ്. കണ്ടിട്ടില്ലാത്ത അത്രയും ഫേമസ് ആണ്. ആരാണ്ടാണെന്ന് ചോദിക്കുന്നത് ഐശ്വര്യ റായിനെ എല്ലാരും അറിയാം. ഐശ്വര്യ നിങ്ങൾ എന്താ ഐശ്വര്യ? എങ്ങനെയാ ഐശ്വര്യ നന്ദൻ കൂടെ? ഇതാണ് കൂടെ ഐശ്വര്യ നന്ദൻ. ഉദ്ദേശിച്ചത് ഒരു വട്ടം ചെയ്തതാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഒരു വട്ടം നമ്മൾ ഇരുന്നിട്ടുണ്ട് മുന്നേ ഇന്റർവ്യൂ എടുത്തു ഫേമസ് ആയെന്നാണോ? ഇന്റർവ്യൂയിലൂടെ ഫേമസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യ കരുതൽ എന്ന് പറയുന്ന സിനിമയുടെ നായികയാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കടന്നു വന്ന് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാള നായികയാണ്. അതെ അതെ അതെ, പറയൂ പറയൂ, കൂടുതൽ വിവരങ്ങൾ പറയൂ. അതെ, അതാണ് ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ കിട്ടി. രണ്ട് ഇത് കഴിഞ്ഞിട്ട് ഫോൺ വഴി വണ്ടി ഇരുന്ന് നമ്മളോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളെല്ലാം ഇങ്ങനെ പറയാറുണ്ട്. പറഞ്ഞു പറയുമ്പോൾ പറയുന്നില്ല. ചാൻസ് പറഞ്ഞത് അല്ല, അതല്ലേ ഞങ്ങൾ ചുരുമ്പ് പറഞ്ഞത്. അത് പറഞ്ഞു. അല്ല, ഫ്ലോ നമുക്ക് ഫ്ലോ മൂവിയിലെ ഹീറോയിൻ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പ്രശാന്ത് മുരളി ആണ് എന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ നായികൻ. പിന്നെ അതല്ലാണ്ട് സുനിൽ സുൽദ സർ എന്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. ഞാൻ ഈ പടത്തില് ഒരു പ്രോപ്പർ നമ്പൂതിരി കുട്ടിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. പട്ടോടൊക്കെ ഇട്ട് ചന്ദ്രപുരമൊക്കെ തൊട്ട്. സോ ഇഫ് ഐ ടോക്ക് അബൌട്ട് കരുതൽ മൂവി, അപ്പൊ മൂവി ഈസ് നോട്ട് അബൌട്ട് മോർ ഓഫ് എന്റർടൈൻമെന്റ് ബട്ട് മോർ ഇൻ ടു സംതിങ് ലൈക്ക് റിലേഷൻഷിപ്പ്, ഇമോഷണൽ ആൻഡ് ഓൾസോ എ പവർഫുൾ മെസ്സേജ് ആണ് ഈ പടത്തിൽ കൊടുത്തിട്ടുള്ളത്. ട്രൂ ഇവന്റ് ബേസ് ആണ്. ഓൾറെഡി ഞങ്ങളുടെ പോസ്റ്റേഴ്സിൽ കാണാം. സോ ഞാൻ ഇങ്ങനെ പറയുന്നതിനോട് ഒന്ന് ചോദിക്കാറ്. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഒരു റാപ്പ് സോങ്, നാടൻ പാട്ട്, കോമഡി പാട്ട് തുടങ്ങി ചറ പുറ പരിപാടികളാണ് അല്ലേ? ഏത് പാട്ടാ പാടിയേക്കുന്നത്? ശരിക്കും ഒരു അടിപൊളി ഒരു ലവ് സോങ് ആണ് എനിക്ക് ഞാൻ പാടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു സിനിമയാണ്. നമ്മളെ ഏതൊരു ഗായികമാരെയും വലിയൊരു സ്വപ്നമാണല്ലോ ഒരു പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ളത്. അപ്പം അങ്ങനെ എനിക്ക് ഇതിലേക്ക് ഈ സിനിമയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ പ്രദീപ് പള്ളവത്തി ചേട്ടനാണ്. ചേട്ടനാണ് ജോമി ബ്രോയുടെ അടുത്ത് ഇതുപോലെ ഒരു പുതിയൊരു സിംഗറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്താ പറഞ്ഞാൽ ഭയങ്കര താങ്ക്സ് ഉണ്ട്. ജോമി ബ്രോ നമ്മളെ ഇതിലേക്ക് സെലക്ട് ചെയ്തു നമ്മുടെ പ്രദീപേട്ടൻ്റെ ഒരു വാക്കിൽ. ഞാനും പ്രദീപേട്ടനും കൂടെ ചേർന്നു വ്യത്യസ്തനാമൊരു ബാർബറാം ബാലൻ എന്ന പാട്ട് കേരളക്കാരൻ മൊത്തം ഏറ്റുപറഞ്ഞ ഹിറ്റാക്കിയ പാട്ടാണ്. അപ്പൊ
ഏട്ടന്റെ കൂടെ എനിക്ക് ഒരു കോംബോ ഒരു ഡുവേറ്റ് സോങ് ആണ് കിട്ടിയത്. ഇപ്പൊ ഇന്നലെ മുതല് ആ പാട്ട് റിലീസായി. അപ്പൊ അതില് നമ്മുടെ ആദർശ് ഷേണായിയും വൈഫും കൂടെയാണ് ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ അവര് ഏകദേശം നല്ല സോഷ്യൽ മീഡിയയിലെ അത് തന്നെ വർഷ നല്ല ഒരു പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് ആദർശും വർഷയും. അപ്പൊ അവർക്ക് ശബ്ദം കൊടുക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ അതിന്റെ ഒരു നമ്മുടെ സിനിമ അതിനൊരു ഓഫറും കൂടെ വെച്ചിട്ടുണ്ട്. ഓഫറുണ്ട്. അതാരാ പറയുന്നത്? അപ്പൊ ആടെ ആളൊക്കെ പറയട്ടെ. ഒരാള് പറഞ്ഞോ, പാടെ ആളെന്നെ പറയട്ടെ. ആ പാട്ട് എന്താ പറയാ റീലാക്കി ഒരു മിനിറ്റിനകത്ത് ഒരു റീൽ ചെയ്ത് ഇടുന്ന ആളുകൾക്ക് നമ്മുടെ നെക്സ്റ്റ് ഈ സിനിമയുടെ നെക്സ്റ്റ് മൂവിയിലേക്ക് പ്രൊജക്ടിനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് അഭിനയിക്കാനായിട്ട്. ക്യാഷ് പ്രൈസ് ഇവിടെ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. ക്യാഷ് പ്രൈസ് ആണ്, ചിലർക്ക് അഭിനയമാണ്. ഓക്കെ. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഈ ഒരു പാട്ടിനെ തന്നെ അതിന് തെരഞ്ഞെടുത്തതില് ഒരുപാട് സന്തോഷം. ഞങ്ങൾ 3 പേര് അലമാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ എന്തേലും പറയണ്ട. നമ്മളിപ്പോ ഫസ്റ്റ് പറയാറില്ലേ, ലേഡീസ് ഫസ്റ്റ്. രണ്ടുപേരെ ആ ചാൻസ് തീർന്നു. ഭയങ്കര ജെന്റിൽമാൻ മമ്മൂട്ടി ആയതുകൊണ്ട് ജെന്റിൽമാൻ. എന്റെ പേര് അറിയാമോ? രംഗു സൂര്യ എന്നാണ് എന്റെ പേര്. ഞാൻ സൂര്യാണോ രേഖാചിത്രത്തിലൂടെയാണ് ആദ്യം കടന്നു വന്നത്. അതിനുശേഷം രണ്ടാമത് കിട്ടുന്ന ഒരു സിനിമയാണിത്. അപ്പൊ എന്റെ മുഖം വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന, അതായത് മുഖം വെച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ. ഇപ്പൊ സ്വന്തം മുഖം വെച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ. അതായത് ഒരുപാട് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് പേര് ന്യൂ കമറായിട്ട് വരുന്നുണ്ട്. അതിലൊരാളാണ് ഞാനും. വലിയ ത്രൂ ഔട്ട് വേഷമൊന്നും അല്ല, ചെറിയൊരു വേഷമാണ്. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ഒരു വേഷമാണ് അതിനകത്ത് തന്നേക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ജോമി സാറിനോട് നന്ദി പറയുന്നു. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇനി തുടർന്ന് വരുന്ന ഇവരുടെ സിനിമകളിൽ, നമ്മുടെ സിനിമകളിൽ പുതിയ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ തരുന്ന, ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, അതുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇതാണ്, ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നല്ലൊരു മെസ്സേജ് വരുന്നത്. ക്യാരക്ടറിനകത്തൊരു മീഡിയ റിപ്പോർട്ടർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വരുന്നത്. അതെ, ന്യൂസ് റിപ്പോർട്ടർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വരുന്നത്. പിന്നെ സിനിമ നല്ലൊരു മെസ്സേജാണ് തരുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. സിനിമ നല്ലൊരു മെസ്സേജാണ് വരുന്നത്. ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടർ ക്യാരക്ടർ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ ഇവിടെ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിലും ഭയങ്കര നമ്മള് ക്യാച്ചി ആയിട്ട് അവരുടെ അവതരണം കണ്ടിട്ട്, അങ്ങനെ ആരെയാണ് മനസ്സിൽ കണ്ടത് ഒരു ന്യൂസ് റിപ്പോർട്ടർ ക്യാരക്ടർ വന്നു? ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് കൈയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആ സാധനം ചെയ്തു. പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതങ്ങ് ചെയ്തു. ശരി, അതും പിന്നെ എല്ലാ ചാനലിലും അതേപോലെയാണ്. അതുപോലെയാണ് ഇപ്പോഴത്തെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ ഒരു രീതിയിൽ, ഒരു 24-ന്റെ രീതിയിൽ അങ്ങനെ അങ്ങ് ചെയ്തു. അത്രേ ഉള്ളൂ. ഈ സിനിമയുടെ തീം നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. അവിടുത്തെ മീഡിയ കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഷോയുടെ ഇടയ്ക്ക്, എന്റെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ പത്തനംതിട്ട ജില്ലയിലെ കിടങ്ങന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ അമ്മ വീട് കരുണാലയം 8 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വർഷം കാത്തിരുന്നത്. നമ്മുടെ മൂവിയുടെ ഒരു സ്റ്റോറിയും ഏകദേശം പ്രായമുള്ള അച്ഛനമ്മമാരെ ഒരു കഥ പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഈ സിനിമയുടെ കഥയൊന്നും എന്താണ് തീമൊന്നും അറിയാതെയാണ് പാട്ട് പാടാൻ വിളിച്ചു. ഞാൻ പാടാൻ പോയി. അവിടെ ചെന്നിരുന്ന് നമുക്ക് ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ഇതിന്റെ തീമും കാര്യങ്ങളും വന്നപ്പോ ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. കാരണം എന്നെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇതിലും ഉണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമായിപ്പോയി. ഞങ്ങൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മോഷൻ പോസ്റ്റർ ലോഞ്ച് നമ്മുടെ കരുണാലയം അമ്മ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ ഈ ലോഞ്ചിന്റെ ഭാഗമായിട്ട് അച്ഛനമ്മമാരുടെ ഒരു ഫാഷൻ ഷോ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ചരിത്രമായിട്ട് മാറി അന്നത്തെ ഒരു പെർഫോമൻസ്. നമ്മുടെ റാം വാക്ക് ഒക്കെ അച്ഛനമ്മമാരെ 60-80 വയസ്സായ ആൾക്കാരുടെ കുട്ടികളുടെയും കണ്ടിട്ടുണ്ട്, യങ്സ്റ്റേഴ്സിന്റെയും കണ്ടിട്ടുണ്ട്. അവര് ഭയങ്കര വൈറലാണ്. ഇപ്പൊ യൂട്യൂബിലും ഒക്കെ വൈറൽ താരങ്ങളാണ്. ഒരു സുമതി അമ്മ, രവീന്ദ്രൻ അച്ഛൻ. അത് മാത്രമല്ല കേട്ടോ, ഒരു ചാനൽ തന്നെ ഉണ്ട്.
അപ്പൊ അവർക്കും നമ്മുടെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അന്നൊരു ദിവസം ഇത് ഇതിനകത്തൊരു കാര്യമുണ്ട്. നമ്മള് ആ അമ്മ വീട്ടിൽ ചെന്നപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ അമ്മ വീട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് പേഷ്യൻസ് ആയിട്ടുള്ള രോഗികളായിട്ടുള്ള കുറെ ആൾക്കാർ, അങ്ങനെ അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു വിഷമം വരും ആ കാര്യത്തിൽ. പക്ഷെ അവരങ്ങനെയല്ല, അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കും അവരവിടെ. അത്രയും രസമാണ്, ചെന്ന് കാണാം. ഓരോ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഇവരെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം ഇവര് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു ലോകം തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ച് അവരുടെ പുതിയൊരു ലോകം ഉണ്ടാക്കാന്ന് പറയുമ്പോ അത് വലിയൊരു കാര്യമാണ്. അതിനകത്ത് രോഗമുക്തി ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ രോഗത്തിൽ നിന്ന്, അതായത് താഴ്ന്നു കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരുടെ ആ ഒരു മൈൻഡ് കൊണ്ട് എഴുന്നേറ്റ് കിടക്കുന്നുണ്ട്. ആ റാംബുവാക്കില് തീരെ, ഞാൻ വേറെ പറഞ്ഞോട്ടോ, തീരെ പറ്റില്ലാത്ത അമ്മച്ചിമാരൊക്കെ അമ്മമാരൊക്കെ ആ റാംബുവാക്കിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം അവര് കിടപ്പ് രോഗികളായിരുന്നു. ഇങ്ങനെ ഒരു അവസരത്തില് എനിക്ക് തോന്നുന്നു ഭിന്നശേഷി ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നത്, December 3. അപ്പൊ ഇന്ന് നമ്മൾ ആ കാര്യം പറഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് ഭിന്നശേഷിയുള്ള ആൾക്കാർ വരെ വന്ന് പെർഫോമൻസ് നടത്തി എന്നുള്ളതാണ്. സ്റ്റേജിലേക്ക് റാംവാക്കിന് വേണ്ടി നമുക്കൊരു മോട്ടിവേഷൻ ആണ് സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു തലത്തിൽ നിന്ന് വന്നപ്പം ഞാൻ ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റോറിയും അതുമായിട്ട് കണക്റ്റഡ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് നമ്മുടെ ഡയറക്ടർ ജോമി ബ്രോയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. ഇവരൊക്കെ എന്ത് ചെയ്യുമേ, എനിക്ക് ശരിക്കും നമ്മളൊരു ഫാമിലിയോട്ട് വന്ന് ജോയിൻ ചെയ്ത പോലെ ആയിപ്പോ. എല്ലാരും അടിപൊളി, നല്ല എപ്പോഴും ട്രോളിങ്ങും. ഞാൻ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ഒരു പ്രീസ്റ്റിന്റെ വേഷമാണ്. ഒരു 10-30 സെക്കൻഡ് മാത്രം വരുന്ന കുഞ്ഞു 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 സീനുകളിലെ അത് തീരെ കുഞ്ഞ. അപ്പൊ അങ്ങനെ ഒരു വേഷം ഇവര് പറഞ്ഞ ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ് അവരുടെ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു വേഷം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് അവിടെ നിന്ന് ഡയറക്ടർ കട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ അകത്ത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള 4 പാട്ടാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ, നല്ല ഫൺ മൂഡിലുള്ള 4 പാട്ട്. ഇവിടെ പാടിയിരിക്കുന്ന നല്ല റൊമാൻറ്റിക് പാട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞ നല്ല കോമഡി പാട്ടാണത്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഈ പാട്ട് കൊച്ചു പിള്ളേരെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഡാൻസ് കളിക്കുന്ന രീതിയിൽ നഴ്സറി സ്കൂളിലെ പിള്ളേർ അല്ലെങ്കിൽ LP സെക്ഷനിലൊക്കെ ഉള്ള പിള്ളേർ വെച്ച് ചിലപ്പോൾ ഈ പൊടിമീശ കറുപ്പിച്ച് നടക്കണ്ടെന്നൊക്കെ പറയുന്ന സാധനം, എലിവാല് പോലെ ഒരു അതിന്റെ ലൈൻസ്, എലിവാല് പോലെ ഒരു മുടിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നല്ല കോമഡി ഡാൻസ് ഒക്കെ പിള്ളേർ സെറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത് ചിലപ്പോൾ ഭാവിയിൽ ഇത് വൈറലാകുന്ന സാധനം തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെയുള്ള റാപ്പ് മ്യൂസിക് ഉണ്ട്. അപ്പൊ അതും ഈ പറയുന്ന നമ്മുടെ സാധാരണ ഇപ്പത്തെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, +2 പാസ്സാവുന്നു, +2 ഒന്ന് തട്ടിമുട്ടി പാസ്സാകണം, അത് കഴിഞ്ഞ് പിന്നെ UK US ഇങ്ങനെ നമ്മള് വിദേശ രാജ്യങ്ങളിലേക്ക് അപ്പൊ ഇത് ക്യാരക്ടറിന് വേണ്ടി നമ്മളിങ്ങനെയൊക്കെ ആക്കിയതായിരുന്നു. നമുക്ക് അത്രയും അതാണ് +2 ഒന്ന് തട്ടിമുട്ടി പാസ്സാകണം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു റാപ്പ് സോങ്, ആ ഒരു ജനറേഷന് വേണ്ടിയുള്ള റാപ്പ് സോങ് ഉണ്ട്. പിന്നെ നല്ല നമ്മുടെ കെസ്റ്റർ പാടിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഡിവോഷണൽ ടച്ച് ഉള്ള ഒരു ഡിവോഷണൽ സോങ് അല്ല, ഒരു സാഡ് മൂഡിലുള്ള എല്ലാ കാറ്റഗറിയിലുള്ള പാട്ടുകളും. പിന്നെ പ്രസിദ്ധ ചേച്ചിയുടെ അടിപൊളി അങ്ങനെ എല്ലാം എനർജി. അപ്പൊ അങ്ങനെ ഉള്ള പാട്ടുകളുണ്ട്. ഈ പറയുന്ന അത്യാവശ്യം ചില കോമഡി സീനുകളൊക്കെ, കോമഡി വർക്കായെന്നൊക്കെ ജനം തീരുമാനിക്കുമെന്ന് പറഞ്ഞാലേ കോമഡി സീനുകളുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് കരയിക്കാനുള്ള സീനുകൾ വെച്ചിട്ടുണ്ട്, ചിരിക്കാനുള്ള സീനുണ്ട്, കരയാനുള്ള സീനുണ്ട്, അടിപൊളിയാനുള്ള സീനുണ്ട്, എല്ലാം ഉണ്ട്. ഫുൾ പാക്ഡ് ആണ്. നല്ല ഒന്നാന്തരം കിടിലൻ പടമാണ്. എല്ലാവരും പോയി കരുതൽ പോയി തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് ഒരു നഷ്ടവും വരികയില്ലാത്തൊരു സിനിമയാണ് എന്നൊക്കെ പറയാം. കാരണം അതിൻ്റെ അകത്തെ ഹീറോ ഒക്കെ അടുത്ത ഭാവിയിലേക്ക് വരുന്ന മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹീറോ ആകാൻ സാധ്യതയുള്ള നമ്മുടെ
നമ്മുടെ ട്വിങ്കർ ചേട്ടൻ ഇങ്ങനെ ഏറി കയറി പ്രശാന്തിന്റെ പ്രശാന്ത് നമുക്കറിയാലോ ഉള്ളൊഴുക്കിലെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നല്ലോ. അപ്പൊ അത് കൂടെ കയറി വരുമ്പോ പ്രശാന്തിന്റെ റോളുണ്ട്. അങ്ങനെ എല്ലാരും നമ്മുടെ കോട്ടയം രമേശ്, സുനിൽ സുഗത, സിബി സാറ്, അതുപോലെ ഇപ്പം വൈറലായിട്ട് നിൽക്കുന്ന ആർജെ സ്വരാജ്, നമ്മുടെ കാന്താര ഹീറോയുടെ വോയിസ് ചെയ്തിരിക്കുന്ന ആർജെ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ടീമുണ്ട്. ഇത് യൂത്തിന്റെ പടമാണെന്ന് വെച്ചാൽ യൂത്ത് ഉണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാരും കൂടെ തന്നെ. ഞാൻ ഒരു അമ്മാവനല്ലേ, ഒരു അമ്മാവൻ, അങ്ങനെ അങ്കിൾ ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല ഒരു സ്റ്റോറിയാണ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പൊ ഐശ്വര്യ ഇവിടെ ഇരിക്കുമ്പോ കുറച്ച് മോഡേൺ അല്ലെങ്കിൽ ഇപ്പൊ ഡൽഹിയിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ക്യാരക്ടർ നോക്കുമ്പോ ഭയങ്കര വേറൊരാളെ പോലെ അല്ല, മുമ്പേ പറഞ്ഞ പട്ടുപാവാട്ടയും ഞാൻ വളരെ മലയാള സുന്ദരിയായിരുന്നു. അതെ അതെ അതെ. അപ്പൊ എങ്ങനെ തോന്നി ആ ഒരു ഷിഫ്റ്റ്? ആ ഷിഫ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൺ സ്ക്രീൻ കണ്ടപ്പോഴും കുറച്ച് സീക്വൻസ് കണ്ടപ്പോഴും എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ അത് പ്രോപ്പർ ആയിട്ട് ആ ഒരു ലുക്ക് എനിക്ക് ചേരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. സ്റ്റാർട്ടിങ്ങില് ഞാൻ ഇങ്ങനെ ഓബ്വിയസ്ലി ഞാൻ അത് ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് ഈ പടത്തിന് വേണ്ടി ഒരു പ്രാവശ്യം എങ്ങാണോ ഞാനൊരു ഓണം ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ട് പട്ടുപാവാട. അതല്ലാണ്ട് ഇപ്പോഴാണ് ഇവിടെ ഇടുന്നത് പട്ടുപാവാടയും സൂട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ദാറ്റ് ക്യാരക്ടർ സൂട്ട്സ് മീ. കുറച്ച് പട്ടുപാവാടം ബ്ലൗസ് ഒക്കെ മേടിച്ച് ഡൽഹിയിൽ കൂടെ ഒന്ന് കറങ്ങാൻ പോലെ അവർക്കൊരു സന്തോഷം. പരിപാടികളുണ്ട് ഇങ്ങനെ എവിടെ പോയാലും മലയാളീസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവില്ല. അസോസിയേഷന്റെ ഓണപരിപാടി എനിക്ക് ഡൽഹിയിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട് അല്ലേ? അപ്പൊ ചേട്ടൻ എനിക്ക് സ്പോൺസർ ഇതാണ് ഇന്നലെ ഇന്നലെ ഫലൂഡ സ്പോൺസർ ചെയ്യാൻ പോകുന്നത് അവസാനം പ്രൊഡക്ഷനിൽ നിന്ന് ഈ പട്ടുപാവാട ബ്ലൗസ് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്ത് മേടിച്ചു കൊണ്ട് പോയില്ലേ? എന്നിട്ട് ഇനിയും തീർന്നില്ലേ ആർത്തി? എന്താണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? അവിടെ പോയിട്ടുണ്ട്. അതാ പറഞ്ഞതല്ലേ, അതെല്ലാം സ്പോൺസർ ചെയ്യുന്നത് കോസ്റ്റ്യൂം എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കൊണ്ടുപോ. പിന്നെ ഇപ്പോ ട്വിങ്കിൾ സൂര്യ എന്നുള്ള പേരിലില്ലേ ഒരു പ്രത്യേകതയില്ലേ ട്വിങ്കിൾ ട്വിങ്കിൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് സ്റ്റാർ ആണ് സൂര്യ. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു നെയിമിന്റെ ഒരു കോമ്പിനേഷൻ ട്വിങ്കിൾ സൂര്യ ആ ഒരു പേര്. അതായത് ഭാവിയിൽ ഒരു സ്റ്റാറായി മാറുമെന്ന് അറിയാവുന്നതുകൊണ്ട് ശരിക്കും എങ്ങനെയാണ് അതെ ഇത് ചെറുപ്പത്തിലെ എന്റെ ഒഫീഷ്യൽ നെയിം തന്നെ ഇത് തന്നെയാണ്. ട്വിങ്കിൾ സൂര്യ തന്നെയാണ് എന്റെ ട്വിങ്കിൾ ഒഫീഷ്യൽ എന്നാണ് സൂര്യ എന്നുള്ളത്. സൂര്യ എന്നുള്ളത് നമ്മള് ഭാര്യയുടെ പേരാണോ അല്ല സൂര്യ ഭാര്യയുടെ പേര് സൂര്യ. ആണോ? ശരിക്കും ഞങ്ങളുടെ ഒരു പ്രേമ വിവാഹം നമ്മളെവിടെ പോയാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ. അങ്ങനെ ഭാര്യയുടെ പേരൊക്കെ മലയാള സിനിമയിലെ വേറെ ഒരു ചാനലിലും റിവീൽ ചെയ്യാത്തൊരു സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞായിരുന്നോ? ഇല്ല, കണ്ടോ? ഒരു നഗ്ന സത്യം ഞങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ഭാര്യയുടെ പേര് സർവൈവ് ആയിട്ടുള്ളത് വാനായിട്ട് നടത്തിയാന്നൊക്കെ പറഞ്ഞു. അത് വേറെ അല്ല എന്റെ ഫിയോൻസെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ കണ്ടുപിടി എന്റെ ഫിയോൻസെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ. കണ്ടിട്ട് ശരി, എല്ലാ പെണ്ണുങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. കാരണം നമ്മളിപ്പോ ഇട്ടിട്ടാണോ നമ്മൾ പൊതുവെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞാൽ ഭാര്യമാരുടെ പേരിന് വാലായിട്ട് ഭർത്താക്കന്മാര് വരണം. അങ്ങനെയാണ് ഇതുവരെ കണ്ടേക്കണം. പക്ഷെ ഇത് ഭർത്താവ് ഭാര്യയുടെ പേരിടാന്ന് പറയുമ്പോ എന്നാ പ്രണയായിരുന്നു. ഭാര്യയുടെ പേര് കൂടി സ്വീകരിച്ചുകൊണ്ട് അല്ല ശരിക്കും അങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത് ആ പേര് സൂര്യ എന്നുള്ളത്. ഈ സൂര്യനെ എവിടെ വെച്ചാണ് കണ്ടുകൂട്ടിയത്? സാധാരണ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് അത് ആ ഒരു ബേസിലല്ല
പറഞ്ഞു. ഭാര്യയുടെ പേരും സൂര്യ എന്ന് തന്നെയാണ്. അപ്പൊ എല്ലാരും ടിങ്കിൾ സൂര്യ എന്നിങ്ങനെ വിളിക്കും. അപ്പൊ അങ്ങനെയാണ് കിടക്കുന്നത്. ഈ ഫോണിലൊക്കെ നമ്പർ സേവ് ചെയ്യുമ്പോഴേ ടിങ്കിൾ സൂര്യ, ട്രൂ കോളർ പിന്നെ ടിങ്കിൾ സൂര്യയായി മാറി. അതങ്ങനെ അങ്ങ് പോയി. പേരുന്നുണ്ട് ട്വിങ്കിൾ സൂര്യ വേർഡും. അപ്പം ഇപ്പൊ ട്വിങ്കിൾ സൂര്യ എന്ന് പറയുമ്പോൾ സ്റ്റാർസ് ആണ്. ഇപ്പൊ എന്താ പറയാ, മമ്മൂക്കായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് എങ്ങനെ ആദ്യം മുതലേ കേൾക്കുമായിരുന്നോ? ഇല്ല, ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കോഡ് ഒന്നുമില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇൻസ്റ്റാഗ്രാം പിടിച്ചില്ല. ടിക്ടോക്കിനകത്ത് ആദ്യം ഇതിനൊക്കെ ചെയ്യുന്നത്. അപ്പൊ മിമിക്രിയില് ചെയ്യുന്ന നമ്മുടെ കലാകാരന്മാരുണ്ടല്ലോ, അവര് ചെയ്യുന്നതിനോട് ചുമ്മാ അവരെ അനുകരിച്ച് നോക്കിയതാണ്. എന്നാലും ഒരാളുടെ മാനറിസം അതേപോലെ ഇതാക്ക. ഇപ്പൊ രേഖാചിത്രത്തിൽ ശരിക്കും പറഞ്ഞാലും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ആളുടെ കറക്റ്റ് മാനറിസം നമ്മൾ ചെയ്യണം, വേറൊരാൾ പോലെ ചെയ്യണം. അപ്പൊ ആ ഒരു ഇത് ഫാഷൻ ഷോയ്ക്ക് ട്വിങ്കിളേട്ടനും അന്ന് നമ്മുടെ നടി ധന്യാമേരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ നായികമാരും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് വിഷു അതൊക്കെ ഭയങ്കര വൈറലാണെന്ന്, മില്യനൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ നോക്കിയപ്പോഴാണ് വീഡിയോസ് ഒക്കെ കണ്ടത്. ഞങ്ങൾ അവിടെ ശരിക്കും ഈ അച്ഛനമ്മമാരെ വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ബ്രദറാണ് ചെയ്യുന്നത്, വിനീഷ് എന്നാണ് പേര്. അപ്പൊ അവനാണ് നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത്, ഞങ്ങൾ 3 പേരാണ്, ഷിയാസും ഞാനും വിനീഷുമാണ്. അപ്പൊ ഞങ്ങൾ എന്റെ ദൈവം ഇങ്ങനെ ഞങ്ങളൊരു സിനിമയൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ഉറപ്പായിട്ട് തിങ്കളായിട്ടിനെ ഞങ്ങള് ഫസ്റ്റിലെ സെറ്റ് ചെയ്തു. ഡ്രീംസ് ഓൺ സ്ക്രീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിലെ അടുത്ത പടത്തിൽ അവരും കുളത്തിലേക്ക് ചാടട്ടെ. ക്യാമറ ഉൾപ്പെടെ ചാടുക. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് അവർക്കൊപ്പം ഇവരും റാംബാക്കും കാര്യങ്ങളും എല്ലാം അന്നത്തെ എല്ലാ വീഡിയോസും ഭയങ്കര വൈറലായി. നമ്മുടെ കരുതലിന്റെ ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തതയുള്ളതായിരിക്കും. സ്നേഹക്കൂടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, അതൊരു ഓൾഡ് ഏജ് ഹോമാണ്. എന്റെ സ്കൂളിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ SDGVHSS സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒക്കെ ചേർന്നിട്ട് നമുക്ക് നല്ലൊരു പ്രൊമോഷൻ, നല്ലൊരു ബാക്കപ്പ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ലൊക്കേഷൻ, പ്രധാന ലൊക്കേഷൻ ഒന്നായിരുന്നു കിടങ്ങൂരുള്ള ഒരു ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റൽ. അവിടെ ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റി. അതെ നഴ്സിംഗ് കോളേജ്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകള്, ഒരു സ്പെഷ്യൽ അവിടെ ഉണ്ടാവും, ഒരു സ്പിരിച്വൽ പോലെ അല്ലെ. അതങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് ഫീൽ ചെയ്യാം. ഇപ്പൊ നമ്മള് മൂവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ബന്ധങ്ങളാണ് ശരിക്കും മൂവിയുടെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്, ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈനിനെ പറ്റിയിട്ട്? അതാ പറഞ്ഞേ, ഇത് ഒരു മകളാണ്, അച്ഛന്റെ പേര് പറഞ്ഞു, അമ്മയുടെ പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. സ്മിത ലുക്ക് എന്ന് പറഞ്ഞൊരു അമ്മ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുടുംബം. അപ്പൊ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ ഒരു ഈ പ്രായത്തിലുള്ള പിള്ളേര് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ മറയ്ക്കാവോ അതെല്ലാം മറക്കുന്ന കൂട്ടൊരു മോള് അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ജനറേഷന് യോജിച്ച ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളും, അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്വഭാവം അങ്ങനെയാണ്. അല്ല നല്ല നല്ല കുട്ടിയാണ് കേട്ടോ. അമ്മയല്ലേ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതെ, അപ്പൊ നല്ല കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഞാൻ പറഞ്ഞ അമ്മ മക്കളുമായിട്ടുള്ള, അല്ലെങ്കിൽ അച്ഛനും മകളുമായിട്ടുള്ള ബന്ധങ്ങള്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങള്, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങള്, അമ്മാവനും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു കെയറിങ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ളതാണ്. ഇത് അണുകുടുംബങ്ങളൊക്കെ വരുന്നത് കാരണം ബന്ധങ്ങളുടെ വിലയൊന്നും അറിയാതെ പോകുന്ന ഒരു സാമൂഹിക, നമ്മൾ അങ്ങനെ പറയുന്നെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ അറിയാതെ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുക, നമ്മൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിലേ ഉള്ളൂ ആ സ്കൂളിലെ പഠനവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇപ്പൊ ഇവര് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിലെ കാര്യം പറഞ്ഞു, ഇവര് ആയിട്ട് ആ പേരൻസ് എന്തുമാത്രം എൻഗേജ്ഡ് ആണോ അതിനനുസരിച്ചാണ് അവരുടെ പെർഫോമൻസ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഒരാളുടെ കാര്യം പറഞ്ഞു, അമ്മയുടെ ഹസ്ബൻഡും അമ്മയും കൂടെയാണ് കരുണാലയം എന്ന് പറഞ്ഞൊരു ഓൾഡ് ഏജ് ഹോം വരുന്നത്. പുഴു വരിച്ച് എത്രയോ, ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് ഞാൻ പുഴുവിനെ അത് എൻ്റെ കൈ കൂടി ഇങ്ങനെ പോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാത്രിയിലൊക്കെ പോയി അച്ഛനമാരെ, അത് റോഡരിയിലും പോലീസും പഞ്ചായത്തിൽ നിന്നും ഒക്കെ കൊണ്ടേൽപ്പിക്കുന്ന അച്ഛനമാരാണ് കൂടുതലും. അപ്പൊ ഈ സുമതി അമ്മ അവിടെ വന്ന്, ഈ അച്ഛന് സ്ട്രോക്ക് വന്ന് 1 വർഷമായപ്പോൾ അച്ഛൻ മരിച്ചുപോയി.
അതിനുശേഷം ഭയങ്കര ബ്ലൂമി ആയി പോയ ഒരാളാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ക്രീനിൽ ക്യാമറയ്ക്ക് മുമ്പിൽ റീലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡൊക്കെ കിട്ടി അമ്മയ്ക്ക്. ലൈഫ് ഇവിടെ വെച്ച് തീർന്നു എന്ന് കരുതിയ സ്ഥലത്തു നിന്നാണ് നമ്മളെ വീണ്ടും കൈപിടിച്ച് ഇങ്ങോട്ട് കയറ്റിയത്. ഇപ്പൊ ദാ നമ്മൾ എന്ത് വേഷം പറഞ്ഞോ അമ്മ റെഡിയാണ്. ഇപ്പൊ 4 പേരും കൂടെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു. നമ്മൾ ആ ഒരു ഇപ്പൊ നമ്മുടെ ഈ ഒരു സിനിമയുടെ പേര് ആ ഒരു കരുതല് നമ്മൾ അവിടെ കൊടുത്തപ്പോഴാണ് അവർക്ക് വീണ്ടും ഒരു പുതുജീവൻ ഉണ്ടായത്. നമ്മളൊരു അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് കരുതൽ എവിടെയും കൊടുക്കണം. അപ്പം നിങ്ങളൊരു ആങ്കർ എന്നുള്ള രീതി വന്ന് നിങ്ങൾ ഞങ്ങളെ കരുതുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞങ്ങളിൽ നിന്നുള്ള ഉത്തരങ്ങൾ തരുന്നത്. അവിടെ തൊട്ട് ഇപ്പൊ നമ്മുടെ ക്യാമറാമാൻ നമ്മളെ ഫോക്കസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം കിട്ടും. ഇവിടെ ഒരു കരുതല് നമ്മളോട് എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ഇത് വിഷയം വരുന്നത്. ഞാൻ പറഞ്ഞത് മൊത്തം ലൈഫില് ലോകത്തിൽ എല്ലായിടത്തും ഈ കരുതലാണ്. അപ്പൊ ഭയങ്കര മീനിങ് ഫുൾ ആണ് ഈ കരുതൽ എന്നുള്ള വാക്ക്. ആ മീനിങ് ഫുൾ തന്നെയാണ് ഈ സിനിമയും പോകുന്നത്. ഇപ്പൊ ഈ ഓൾഡ് ഏജ് ഹോമിലെ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, നമ്മൾ പലതരം കഥകളും ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്, ഓരോ സ്റ്റോറീസാണ്. അപ്പൊ ഈ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ സിറ്റുവേഷൻ കൊണ്ട് കൊണ്ടുവന്നവരും ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഇമോഷൻസ് അവർക്ക് ഇതിലൂടെ കാണുന്നതാണല്ലോ ഡെയിലി ലൈഫിൽ. അപ്പൊ എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതൊക്കെ കാണാൻ? എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു മോളുണ്ട്, കുഞ്ഞിപ്പോ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവള് പോലും ഇത്രയും പിടിവാശിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇന്നടുത്ത് പോവാന്ന് പറഞ്ഞാൽ അവൾക്ക് ഓക്കെയാ. പക്ഷെ ഈ അച്ഛനമ്മമാരെ എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും എൻ്റെ അനിയനും ഒരു ദിവസം ചെന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമാ, പരാതി പറച്ചിലും ഒക്കെയാണ്. വരണ്ടതല്ലേ, ഞങ്ങൾ വീഡിയോ എടുക്കണ്ടല്ലേ, ഞങ്ങൾ ഇരിക്കണ്ടല്ലേ, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നതും എന്തെങ്കിലും കിട്ടിയാൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റുഡിയോയിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടിയിരുന്ന് അവർക്ക് വരുന്ന കമന്റുകളും കാര്യങ്ങളും ഒക്കെ വായിക്കും. അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കും. ഇപ്പം ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, പല ഇമോഷൻ പല സാഹചര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമയായിട്ട് ഭയങ്കര കണക്ട് ആയിപ്പോയി. നമ്മുടെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുകയൊക്കെ ഉണ്ടായി. എനിക്ക് ഇവര് തന്നെ സിനിമ വിജയിച്ചു. കാരണം എനിക്ക് കരച്ചില് വരും. കാരണം നമ്മൾ എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അവരുമായിട്ട് കൂടെ നിൽക്കുകയാണ്. കഥകളൊന്നും പറയാൻ പറ്റത്തില്ല മോളെ, അതിൻ്റെ നമ്മള് ചിന്തിക്കുന്നതിനേക്കാളിലും അപ്പുറമാണ്. ചില അമ്മമാരൊക്കെ ഔട്ട് ഓഫ് മൈൻഡാണ്. അവര് ജീവിച്ച് ഈ സാഹചര്യത്തിലോട്ട് വന്നത്. അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ മൈൻഡ് ഔട്ടാ. അവർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നെന്ന് തന്നെ അവർക്ക് സംശയം. ആ രീതിയിലാണ് അവർ നടക്കുന്നത്. കാരണം അവരുടെ ജീവിത രീതികൾ അവരെ അങ്ങനെ ആക്കി കഴിഞ്ഞു. മെന്റൽ പേഷ്യൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞില്ലേ പുഴുവരിച്ചതും അവരുടെ ശരീരമൊക്കെ പൊട്ടിക്കീറി അങ്ങനെയൊക്കെ ഇരിക്കുന്ന അച്ഛന്മാരെയാണ് കൂടുതലും കിട്ടുന്നത്. പുഴുവരിച്ച അവസ്ഥയിൽ അവരെ അതിൽ നിന്ന് റിക്കവർ ആക്കി മൈൻഡ് മാറ്റി ഒരു 10 മണി തൊട്ട് 12 മണി വരെ ക്ലാസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഓക്കെ ആക്കിക്കൊണ്ടേയിരിക്കുവാണ്. അവർ മാറിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ ഈ ഒരു അതിഥി എന്താ പറയുന്ന കൂടുതലൊന്നും പറയാനില്ല, കരുതൽ. ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ ശോകമാക്കരുത്. ഞാൻ പറഞ്ഞില്ല ഇതിന്റെ മൂഡ് നമ്മൾ കളയരുത്. അല്ലേ അടുത്തായിട്ട് നമ്മുടെ ബിന്ദുജ ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ ആളിപ്പോ വർക്കിംഗ് ആണെന്ന് പറഞ്ഞു. അതിനപ്പുറം ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരാളാണ് അല്ലെ. അപ്പൊ ഞാൻ ഫസ്റ്റ് ബിന്ദുജ പാടുന്ന മുന്നേ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ ആളെ പറ്റിയിട്ട്? ലൈക്ക് ആളുടെ പാട്ടെല്ലാം കേട്ടപ്പോ ഇപ്പൊ ട്രെൻഡിങ് ആണ്, റിലീസാണ്, എന്ത് തോന്നി നിങ്ങൾക്ക്? അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഞങ്ങള് ഫസ്റ്റ് ടൈം കാണുന്നത് പ്രദീപ് പള്ളുരുത്തിയുടെ സ്റ്റുഡിയോയിൽ വെച്ചാണ്. പാടാൻ വേണ്ടി റെക്കോർഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പുതിയ സിംഗർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഡയറക്ടർ അയർലൻഡിൽ പെട്ടെന്ന് ജോലി കിട്ടിപ്പോയത് കൊണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പം കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ ത്രൂ ഒക്കെയാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ നേരത്തെ തന്നെ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങളാണ് താമസിച്ച് ചെല്ലുന്നത്. ഞങ്ങളോട് ചെന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് അവർ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയി. അപ്പോൾ പിന്നെ വന്ന് ഇങ്ങനെ പാടാനുള്ളത് പാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തായിട്ട് പാടാൻ വരുന്നത് പ്രസീത ചാലക്കുടിയാണ്. ഒരു നാടൻ പാട്ട് പാടാൻ വേണ്ടി വരിക. അപ്പോൾ പ്രസീത വന്ന് കയറുമ്പോഴേ ഇങ്ങനെ കണ്ടപ്പോഴേ ചോദിക്കുക, ബിന്ദുജി ഉണ്ടായിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പോൾ പുള്ളിക്കാരത്തി നല്ല തിരക്കിനിടയിൽ നിന്നാണ് ഞങ്ങളുടെ കൂടെ ഈ ഒരു പാട്ട് പാടാനായിട്ട് ഓടി വരുന്നത്. ഇവരുണ്ടായിരുന്നെങ്കിൽ ഇവർ പാടിക്കോളൂല്ലോ, ഞാനെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നുള്ള ഒരു ചോദ്യം. വെച്ചാൽ അന്നേരവും എനിക്കറിയത്തില്ല ഇങ്ങനൊരു വലിയ സംഭവമാണോ എന്ന്. പക്ഷെ പിന്നീടാണ് ഇത് പല ശബ്ദത്തിൽ പാടും. നമ്മുടെ എസ് ജാനകി തൊട്ട് മിൻമിനി തൊട്ട് ദലീമ തൊട്ട് എന്ന് തുടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈക്കം വിജയലക്ഷ്മിയായി, നമ്മുടെ പാലക്കാരി റിമി ചേച്ചി ഗിന്നസ് വേൾഡ് റെക്കോർഡായി. പിന്നെ നാസിക കൊണ്ട് നാദസ്വരം അത് പഠിച്ചോ?
ഇപ്പൊ ട്യൂഷൻ പഠിച്ചോണ്ടിരിക്കുക. ആ അതെങ്ങനെയാണ് എന്നിട്ട് ഡൽഹി ചെന്നിട്ട് ഇങ്ങനെ പുതിയ സാധനം അതെ. അവിടെ പോയിട്ട് ഇത് ഒന്ന് ഇറക്കണം എന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാ. പരിപാടി ആയിരിക്കും. ഇത്രയും കഴിവുണ്ടായിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടെ ഒരു ഓഡീഷൻ അല്ലെങ്കിൽ ഒരു അവസരം കൊടുക്കുന്നു എന്ന് പറയുന്നു ഈ പാട്ട് റിലീസ് ചെയ്തപ്പോ. ഇപ്പൊ ട്വിങ്കിൾ ചേട്ടനാണെങ്കിലും സൂര്യ ചേട്ടൻ എന്ത് വിളിക്കണം സിംഗിൾ അപ്പൊ ഫസ്റ്റ് ആയിട്ട് മുഖം കാണിക്കുന്നു. ഇപ്പൊ ബിന്ദു ചേട്ടനാണെങ്കിലും ഫസ്റ്റ് ടൈം, ഐശ്വര്യയും അതേം ചേട്ടനും ഫസ്റ്റ് ടൈം സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും ഒരു അവസരം കൊടുക്കുന്നു അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നു. അതായത് ജോമി ബ്രോ ഡയറക്ടർ എടുത്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ധൈര്യം ഉണ്ടല്ലോ. ഞങ്ങൾ പുതുമുഖങ്ങളെ കൊണ്ട് തന്നെ അത് ചെയ്യാന്നുള്ള അത് തന്നെ ഒരു വലിയൊരു, എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു മിറാക്കിളായിട്ടാണ് തോന്നിയത്. അവരെ കൊണ്ട് അത് ചെയ്യിക്കണം. അവരത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരുന്ന പലരും ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഈ കാരണവന്മാരൊക്കെ ഇതുപോലെ ഇവരൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളവരാണോ, ഏത് സിനിമയിൽ നേരത്തെ ചെയ്തെന്ന് ചോദിക്കുന്ന കൂട്ട് കുറെ ക്യാരക്ടേഴ്സ് വന്നു കയറിയിട്ടുണ്ട്. ടിങ്കിളേട്ടനൊക്കെ നമ്മള് ഭയങ്കര അഭിനയിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. ഇന്ന ക്യാരക്ടറുകൾ ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചു ഏതൊക്കെ ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം ഏട്ടന്. അപ്പം കുറെ ക്യാരക്ടറുകളെ കാണിച്ചത്. അപ്പൊ എനിക്ക് അതിശയപ്പോയി. പുള്ളിക്ക് ഭയങ്കര സൗന്ദര്യമുള്ള ഒരാളായിട്ടല്ല അഭിനയിക്കാൻ ഇഷ്ടം. പല ക്യാരക്ടർ പറയാം. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ ആരാധിക്കുന്ന ഒരാളായിട്ട് നമ്മുടെ മുന്നിലെത്തി. ഇപ്പൊ ഈ സിനിമയിലൂടെ വേറൊരു ക്യാരക്ടറായിട്ട് എത്തുന്നു. ഏത് ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന ക്യാരക്ടർ തന്നെ ചെയ്യണം. ഇത്രയും ഗുണ്ടയുടെ വേഷമൊക്കെ എടുത്ത് ഇന്നലെ അത് പറയാൻ പറ്റാതെ പോലീസുകാരനാകണം, ഒരു പോലീസുകാരാണ്, ഡോക്ടർ ആകാം, പോലീസാകാം. അത് മാത്രമല്ല, അങ്ങ് താഴെ കടയിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമല്ലേ. ഭയങ്കര ഇപ്പൊ മെത്തേഡ് ആക്ടിങ് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവും. ഒരു എന്തെങ്കിലും ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരുപാട് തരം ഉണ്ടല്ലോ. മാസ് ആവാം, അല്ലെങ്കിൽ ഭയങ്കര ക്ലാസ് ആവാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വിശ്വാസമൊക്കെ ഉണ്ട്. ആരെങ്കിലും ഡ്രാമ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതിൽ അഭിനയത്തിൽ നിന്ന് തന്നെ മുമ്പോട്ട് വന്ന ഒരാളാണ്. ഡ്രാമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലോ. അത് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു. കാരണം ഞാൻ ഒരുപാട് പ്രൊഫഷണൽ നാടകത്തിൽ നേരത്തെ തൊട്ട് ചെറുതിലെ തൊട്ട് ചെയ്തു വരുന്നതാണ്. അതിനകത്ത് ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. അത് സ്കൂൾ കോളേജ് തലത്തിലൊക്കെ ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട്. ബിന്ദുജയും സ്കൂൾ കോളേജ് തലങ്ങളിൽ മിമിക്രി സ്റ്റേറ്റ് നാഷണൽ കോമഡി ഉത്സവത്തിലാണ്. കോമഡി ഉത്സവം നമ്മുടെ മിഥിലാജ് സാറാണ് കോമഡി ഉത്സവ ഡയറക്ടർ ആയിരുന്നത്. സാറാണ് ഒരു 1525 പേരെ വെച്ചിട്ട് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്യാന്ന് വെച്ചത്. അങ്ങനെ അതിൽ ഞാനും എൻ്റെ സിസ്റ്ററും ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടൊരു 5 പെൺകുട്ടികൾ ലോകത്തിൽ ആദ്യമായിട്ട് മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേജ്. അത് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ വെച്ചിട്ടൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ അത്രയും 1525 പേരുടെ വീട്ടിലും ഈ മിഥിലാജ് എന്ന് പറഞ്ഞ ആളുടെ പേര്, സാറിൻ്റെ പേര് ഉണ്ട്. അപ്പൊ സാറ് ഞങ്ങളോട് പറഞ്ഞു, ഇനി ഇത്രയും പേരുടെ വീട്ടിൽ ധൈര്യമായിട്ട് വന്ന് എനിക്ക് ആഹാരം കഴിക്കാം. ആ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട്, എല്ലാവരുടെയും വീടുകളിലുണ്ട്. അപ്പൊ അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ ഒരു എന്റർടൈൻമെന്റ് എന്ന് കഴിയുന്നു. അപ്പൊ നമുക്ക് തിരിഞ്ഞു വെച്ച ആ ഒരു പാട്ട് നമ്മുടെ കള്ളച്ചിരിയുടെ തന്നെ ഒരു 4 വരി പാടിയിട്ട് നോക്കാം. അപ്പൊ ഐശ്വര്യ നമുക്ക് സ്റ്റെപ്പ് വെക്കുന്നത് എങ്ങനെ സ്റ്റെപ്പ്? കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കേണ്ട, കള്ളത്തരം പറഞ്ഞെന്നോടടുക്കേണ്ട, കത്തെഴുതി കടലാസ് കളയേണ്ട, പൊടിമിശ കറുപ്പിച്ചു നടക്കേണ്ട, കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കേണ്ട, കള്ളത്തരം പറഞ്ഞെന്നോടടുക്കേണ്ട, കത്തെഴുതി കടലാസ് കളയേണ്ട, പൊടിമിശ കറുപ്പിച്ചു നടക്കേണ്ട. കൊണ്ടാടുന്നു. അതിന്റെ ഫുള്ള് വരെ അറിയാം.
ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാം എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ മിമിക്രി ചെയ്ത് പാടുന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആരുടെയൊക്കെ? ഞാൻ ശരിക്കും നമ്മുടെ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ചേച്ചി തൊട്ട് ഇങ്ങോട്ടൊരു 35 സിംഗേഴ്സിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികമാരിൽ ഒരാൾ നമ്മുടെ ജാനകിയമ്മയാണ്. ജാനകിയമ്മയുടെ ഒരു തമിഴ് സോങ്. ഒരു സനം തൂങ്ങിടിച്ച് പോത്ത കാറ്റും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതും ഏനോ പൊരിയലയേ ഒരു സനം തൂങ്ങിടിച്ച് പോത്ത കാറ്റും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതും ഏനോ പൊരിയലയേ. വൈക്കം വിജയലക്ഷ്മി വൈക്കം വിജയലക്ഷ്മിയുടെ കാരണം എനിക്ക് ഫേവറേറ്റ് സിംഗറാണ്. ആളുടെ സൗണ്ട് ഭയങ്കര ഒരു യൂണീക്ക് ആണല്ലോ. അത് ഒറ്റയ്ക്കു പാടുന്ന പൂക്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തേനൂറും കനിയേറെ കുത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂക്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. ഇനി 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 നമുക്ക് ഓരോരുത്തരെ, ഇപ്പൊ ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞാൽ ഇനി എനിക്കല്ല ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ളത് മറ്റേ റിമി ടോമിയാണ്. നല്ല രസമുണ്ടായിരുന്നു. റിമി ചേച്ചി ഞാൻ ഈ മ്യൂസിക്കും കൂടെ ഇടുമ്പോ എനിക്ക് കുറച്ചും കൂടെ ക്യാച്ച് ആവും. ചേച്ചിയുടെ ഒരു കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം, ഹൃദയം നിറയെ പ്രണയം പകരാൻ നാഥനായി നീ കൂടെ വേണം. കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം. ദലീമ ചേച്ചി. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. ചിത്ര ചേച്ചി ഉണ്ട്. അത് പഠിക്കുന്നുള്ളൂ. അല്ല, ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചില സമയത്ത് നമ്മുടെ വോയിസ് ഭയങ്കര ചേഞ്ച് ആയിരിക്കും. ചേച്ചിനെയൊക്കെ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അല്ല, നമ്മളെ ഇതിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പാളി പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോ അതാണ് ഞാൻ എന്റെ കംഫർട്ട് സോണാണ്. ഞാൻ 35 സിംഗേഴ്സ് എന്ന് പറയുന്നത് കംഫർട്ട്. അങ്ങനെ മിൻമിൻ ചേച്ചി. പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി, എൻ്റെ മനസ്സിലെ മച്ചുമെലെന്തേനി ഉറങ്ങാതലയുന്നു നീ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് നമ്മുടെ ശുഭ ചേച്ചി, തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തില് നിലാപൊങ്കലായാലോ എന്ന് പറഞ്ഞൊരു
പാട്ട് നമുക്ക് സമ്മാനിച്ചു. ഒത്തിരി പാട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശുഭ ചേച്ചിയുടെ ശബ്ദം. കുളമ്പൊച്ചമോളും തുടിത്താളമോടെ നടക്കണ്ട കാളേ വേഗം വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേറും നാട് തണുപ്പോട് വാങ്ങാട്ട് നിങ്ങളും വായോ ഓ നിലാപ്പൊങ്കലായാലോ പാടടി നീ ഓ ആ ഹൈനോട്ടക്കാരും സൗണ്ട് അപ്പൊ നമുക്ക് മൈക്കില് ചെയ്യുമ്പം നമുക്ക് ഓർക്കസ്ട്ര സ്റ്റേജില് കറക്റ്റ് നമുക്ക് അന്നേരം ഇച്ചിരി കള്ളത്തരമൊക്കെ കാണിച്ച് ആ ശബ്ദം പോലെ എന്താണെന്നറിയോ, ഇപ്പൊ സംസാരിക്കുന്ന സൗണ്ട് ഒന്ന് സ്വിച്ച് ചെയ്യോടെ പാടും. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എത്ര അടുത്തിരുന്നു. ഇതെന്റെ ശരിക്കും ശബ്ദം, ഇതെന്റെ ശരിക്കും. നമ്മള് ചിലവരുടെ സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര വേരിയേഷൻ ഉണ്ട് പാടുന്ന സമയത്ത്. അത് ഞാൻ ഇങ്ങനെ അത് നോക്കിയത് ഇതിങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യണം, പിന്നെ പാടിക്കഴിഞ്ഞാൽ വീണ്ടും സ്വന്തം ശബ്ദത്തിൽ. ഞാൻ പ്രസീത ചേച്ചിയുടെ ഒക്കെ ശബ്ദം അങ്ങനെയാണ് ചേച്ചി ഞാനും ഭയങ്കര കുട്ടായത്. ചേച്ചി പോകുന്ന ഷോസ് ഒക്കെ നമ്മുടെ ഈ സ്റ്റേജ് ഷോ കൊണ്ട് തന്നെ ഒരു 15 രാജ്യങ്ങളിൽ പെർഫോം ചെയ്യാനും ഒക്കെ പറ്റി. ഞാനൊരു നാട്ടുമ്പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അച്ഛനും അമ്മയൊക്കെ കൂലിപ്പണി, പാട്ടൊന്നും പഠിക്കാനുള്ള ഒരു അവസരം ഒന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. അത് നമ്മുടെ സ്കൂളിലെ നമ്മൾ പോയ അതാണ് അതൊക്കെ ഒരുപാട് വഴിയാണ്. ഈ ക്ലാസിക്കലൊക്കെ റേഡിയോയിലൊക്കെ കേട്ട് എഴുതി പഠിച്ച് സ്കൂളിൽ തല മത്സരങ്ങളിൽ സ്റ്റേറ്റ് ഒക്കെ പോയത് കേട്ട് എഴുതി പഠിച്ചിരുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടല്ല മത്സരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ SVGVH സ്കൂളിൽ എൻ്റെ അധ്യാപകരൊക്കെ ചേർന്നിട്ട് ചിലങ്ക മ്യൂസിക് അക്കാഡമിയിൽ അവരെന്നെ ഫ്രീ ആയിട്ട് മ്യൂസിക് പഠിപ്പിക്കും. നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് വിടുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ സ്വാതിരുന്ന സംഗീത കോളേജിലേക്ക് ഞാൻ പോയത്. ഐശ്വര്യൻ എന്ത് നേരത്തെ പഠിപ്പിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ? അത് പഠിപ്പിച്ചല്ല, കോപ്പടിച്ചത്. ഇപ്പൊ തോന്നി ഇവിടെ കേരളത്തില് നാസരാണല്ലോ നമ്മുടെ കല്യാണത്തിനൊക്കെ. അവിടെ ഇനി ഡൽഹി പോയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ നാസരം വെച്ചിട്ട് ഐശ്വര്യ പഠിപ്പിച്ചാണ്. ഒരു 4 കല്യാണം ലൈവായിട്ട് എനിക്ക് എന്റെ നാസി കൊണ്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നാസരം അത് കൈക്കത്തൊന്നും ഇല്ല, അതെ കയ്യിലൊന്നും ഇല്ല. അത് നമ്മുടെ ശ്രീകണ്ഠ നേർ ഷോയില് സാറാണ് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ ഇതുപോലെ നിങ്ങളൊരു ബിസിനസ് ആയിട്ട് ചെയ്യും, നാസരമൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര പ്രാവർത്തികമായി സാറ് തന്നെ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, ബിന്ദുജ തിരുച്ചിയിൽ ഒരു കോള് വന്നിട്ടുണ്ട്, അവിടെ പോയി ഒരു കല്യാണം, അത് നാസികയുടെയും തകിലിൻ്റെയും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു, അവിടെ പോയിട്ട് ഒരു കല്യാണം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിൽ 3 കല്യാണം 4 കല്യാണം ചെയ്തു. ഇപ്പൊ ലൈവായിട്ട് ചെയ്യാൻ പിന്നെ കൈകാര്യം കാണിക്കുക. എങ്ങനെ കൈകാത്തൊന്നുമില്ല. ഇനി കണ്ടു, ഇനി തുടങ്ങി. അത് എന്തോ സാധനം കൈക്കകത്ത് കണ്ടോ, മാജിക്ക. കോൺസെൻട്രേഷൻ
ഈ ശബ്ദം ഇവിടുന്ന് പറഞ്ഞേ ശരിക്കും നമുക്ക് എന്തോ ചെയ്തോ സ്റ്റുഡന്റ് പക്ഷെ സമ്മതിച്ചേ പറ്റുള്ളൂ ശരി. ടാലന്റ് ടാലന്റ്, പ്യോർ ടാലന്റ് എന്ന് പറയാം. ഇത്രയും കാലം ഇപ്പൊ ഇത് ഫസ്റ്റ് ആയിട്ടാണ് ശരിക്കും പ്ലേ ബാക്ക് ആയിട്ട് വരുന്നെന്ന് പറയുമ്പോഴും അത്ഭുതമാണ്. ഇതാ നേരത്തെ പറഞ്ഞത്, ഒരുപാട് പേര് കഴിവുള്ളവർ അവിടെ ഉണ്ട്, അവർക്ക് അവസരം കിട്ടണം. അത് ശരിക്കും അതെ അതെ ഇവരൊക്കെയാണ് എക്സാമ്പിൾ എന്ന് ഞാൻ പറയുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഇതിന് മണിമണി പോലെ ഞങ്ങളിങ്ങനെ കുറിച്ച് വെച്ച് ഡയറക്ടറിന് താങ്ക്സ് പറയാം, ജോബി ബ്രോ. അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ജനുവരിയിലേക്ക് റിലീസ് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള പ്രതീക്ഷ. ജനുവരിയിൽ നമ്മൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് അടിപൊളി ഒരു സിനിമ കണ്ട് ആസ്വദിച്ച് പോവുക. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ? സനയും പറഞ്ഞു വിത്ത് ഫാമിലി വന്ന് കണ്ട് പടം വിജയിപ്പിക്കാം. ഫാമിലി മൂവി ഞാൻ നേരത്തെ പറഞ്ഞു. അതെ അതെ അതെ, ധൈര്യമായിട്ട് ഫാമിലിക്ക് വന്ന് കാണാം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് എന്താ പറയാ കഴിവുള്ളവര് ഒത്തുചേർന്നൊരു സിനിമേനെ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്കും. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്.